ടാലി ഹെൽപ്പ് വീഡിയോസിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ ടാലി പ്രൈമിലെ ഡാഷ്ബോർഡ് എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകുന്ന ഒരു കേന്ദ്രീകൃത ശേഖരമാണ് ടാലി പ്രൈമിലെ ഡാഷ്ബോർഡ്. ഇത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വിവിധ മേഖലകളെക്കുറിച്ചുള്ള ഒരു ചുരുക്ക രൂപം നൽകുന്നു. അതിലൂടെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സ്ഥിതി വിലയിരുത്താൻ നിങ്ങൾക്ക് കഴിയും. ഡാഷ്ബോർഡ് ഉപയോഗിച്ച് നിങ്ങളുടെ ബിസിനസ് അഭിവൃദ്ധി പ്രാപിക്കുന്ന മേഖലകളെക്കുറിച്ചും മെച്ചപ്പെടുത്തേണ്ട മേഖലകളെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതിലൂടെ ഭാവിയിലേക്കുള്ള പ്രധാന തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കും. പെട്ടെന്നുള്ള റെഫറൻസിനായി ഒരൊറ്റ ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് നൽകുന്ന ഡാഷ്ബോർഡിൻ്റെ എല്ലാ ടൈൽസിലൂടെയും ഒന്ന് കണ്ണോടിച്ചാൽ മതിയാകും. ടാലി പ്രൈമിൽ ഡാഷ്ബോർഡ് എങ്ങനെ തുറക്കാമെന്ന് ആദ്യം നോക്കാം. നിങ്ങൾക്ക് ഗോ ടു ഉപയോഗിച്ച് ഡാഷ്ബോർഡിലേക്ക് പോകാം. Alt G അമർത്തുക. ഡാഷ്ബോർഡ് എന്ന് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുക. തുടർന്ന് എൻ്റർ അമർത്തുക. അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യാനുസരണം ഗേറ്റ്വേ ഓഫ് ടാലി വഴിയോ സ്വിച്ച് ടു വഴിയോ തുറക്കാം. ബിസിനസ് പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ചില ഡീഫോൾട്ട് ടൈൽസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ടാലി പ്രൈം നിങ്ങൾക്ക് ഡാഷ്ബോർഡിൻ്റെ പ്രീ ഡിഫൈൻഡ് വ്യൂസ് നൽകും. Alt G അമർത്തുക. പർച്ചേസ് ഡാഷ്ബോർഡ്, സെയിൽസ് ഡാഷ്ബോർഡ് എന്നിവ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ സ്വിച്ച് ടു എന്നതിന് കീഴിൽ പ്രീ ഡിഫൈൻഡ് വ്യൂസ് നൽകിയിരിക്കുന്നു. ഡാഷ്ബോർഡിനുള്ളിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രീ ഡിഫൈൻഡ് വ്യൂ തുറക്കാൻ കഴിയും. Ctrl H അമർത്തുക. പ്രീ ഡിഫൈൻഡ് വ്യൂ തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന് പർച്ചേസ് ഡാഷ്ബോർഡ്. തുടർന്ന് എൻ്റർ അമർത്തുക. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ പർച്ചേസുമായി ബന്ധപ്പെട്ട ടൈൽസ് ആണ് ഡാഷ്ബോർഡിൽ തുറന്നിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് സെയിൽസ് ഡാഷ്ബോർഡിലേക്ക് വ്യൂ മാറ്റാം. ഓരോ റോയിലും ഒരു ടൈൽ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഡാഷ്ബോർഡ് വെർട്ടിക്കലി അഥവാ ലംബമായി കാണാൻ കഴിയും. Ctrl H അമർത്തുക. വെർട്ടിക്കൽ തിരഞ്ഞെടുത്ത് എൻ്റർ അമർത്തുക. ഇപ്പോൾ ഒരു റോയിൽ ഒരു ടൈൽ എന്ന രീതിയിൽ നിങ്ങൾക്ക് കാണാം. തിരികെ പോയി നിങ്ങൾക്ക് വ്യൂ സേവ് ചെയ്യണമെങ്കിൽ എസ്കേപ്പ് അമർത്തി N അമർത്തുക. അതിനുശേഷം ഡാഷ്ബോർഡിൽ അപ്ലൈ ചെയ്ത കോൺഫിഗറേഷൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വ്യൂ സേവ് ചെയ്യാൻ കഴിയും. സേവ് വ്യൂ ഫീച്ചർ എങ്ങനെ ഉപയോഗിക്കാമെന്നറിയാൻ ഞങ്ങളുടെ ഹൗ ടു സേവ് എ വ്യൂ ഫോർ എ റിപ്പോർട്ട് ഇൻ ടാലി പ്രൈം എന്ന വീഡിയോ കാണുക. ഇപ്പോൾ ഒരു നിർദ്ദിഷ്ട ടൈലിൻ്റെയും മുഴുവൻ ഡാഷ്ബോർഡിൻ്റെയും പീരീഡ് എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. ഒരു നിശ്ചിത ക്വാർട്ടറിലെ സെയിൽസ് ട്രെൻഡ്, നിലവിലെ മാസത്തെ റിസീവബിൾസ് അഥവാ പേയബിൾസ്, ഫിനാൻഷ്യൽ ഇയറിലുടനീളമുള്ള ടോപ്പ് ഗ്രൂപ്പ്സ് അഥവാ ലെഡ്ജേഴ്സ് എന്നിവ കാണാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം. അത്തരമൊരു സാഹചര്യത്തിൽ ആവശ്യമുള്ള വിവരങ്ങൾ അനുസരിച്ച് നിർദ്ദിഷ്ട ടൈലിൻ്റെ പീരീഡ് മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. ഒരു നിർദ്ദിഷ്ട ടൈലിൻ്റെ പീരീഡ് മാറ്റാൻ കഴ്സർ ടൈലിലേക്ക് നീക്കി F2 അല്ലെങ്കിൽ Alt F2 അമർത്തുക. ഫ്രം ഡേറ്റും ടു ഡേറ്റും എൻ്റർ ചെയ്ത് എൻ്റർ അമർത്തുക. ടൈലിൻ്റെ പീരീഡ് മാറിക്കഴിഞ്ഞതായി നിങ്ങൾക്ക് കാണാം. ഇനി ഒരു പ്രത്യേക പീരീഡിനുള്ള എല്ലാ ടൈൽസും നിങ്ങൾക്ക് കാണണമെന്നുണ്ടാകാം. ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ക്വാർട്ടർ അവലോകനം നടത്തുന്നു. ആ പീരീഡിലെ ഡേറ്റ അല്ലെങ്കിൽ ഗ്രാഫ് കാണുന്നതിന് എല്ലാ ടൈൽസിൻ്റെയും പീരീഡ് മാറ്റാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം. ഡാഷ്ബോർഡിലെ എല്ലാ ടൈൽസിൻ്റെയും പീരീഡ് മാറ്റാൻ Ctrl F2 അമർത്തുക. ഫ്രം ഡേറ്റും ടു ഡേറ്റും എൻ്റർ ചെയ്ത് എൻ്റർ അമർത്തുക. എല്ലാ ടൈൽസിൻ്റെയും പീരീഡ് മാറിയതായി നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ഡാഷ്ബോർഡിൽ ഒന്നിലധികം ടൈൽസ് ആഡ് ചെയ്തിരിക്കാം. എല്ലാ ടൈൽസും കാണുന്നതിന് നിങ്ങൾ ഡാഷ്ബോർഡിലൂടെ സ്ക്രോൾ ചെയ്യേണ്ടതുണ്ട്. ഡാഷ്ബോർഡിൽ എങ്ങനെ സ്ക്രോൾ ചെയ്യാമെന്ന് നോക്കാം. താഴേക്ക് സ്ക്രോൾ ചെയ്യാൻ കൺട്രോളും ഡൗൺ ആരോ കീയും അമർത്തുക. താഴെ വലത് കോണിലുള്ള ആരോ ക്ലിക്ക് ചെയ്താലും മതിയാവും. നിങ്ങൾക്ക് മുകളിലേക്ക് പോകണമെങ്കിൽ കൺട്രോളും അപ്പ് ആരോ കീയും അമർത്തുക.
മുകളിൽ ഇടതു കോണിലുള്ള ആരോയിലും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഡാഷ്ബോർഡിലെ അടുത്ത ടൈലിലേക്ക് നീങ്ങണമെങ്കിൽ കൺട്രോളും റൈറ്റ് ആരോ കീയും അമർത്തുക. നിങ്ങൾക്ക് ടാബ് അമർത്തി അടുത്ത ടൈലിലേക്ക് നീങ്ങാനും കഴിയും. കൺട്രോളും ലെഫ്റ്റ് ആരോ കീയും അമർത്തി ഡാഷ്ബോർഡിലെ മുൻപത്തെ ടൈലിലേക്ക് പോകാനും സാധിക്കും. ഷിഫ്റ്റ് ടാബ് അമർത്തിയും നിങ്ങൾക്ക് മുൻപത്തെ ടൈലിലേക്ക് പോകാം. ഇനി ഒരു കമ്പനി ലോഡ് ചെയ്യുന്ന സമയത്ത് ഹോം സ്ക്രീനായ ഡാഷ്ബോർഡ് എങ്ങനെ തുറക്കാമെന്ന് നോക്കാം. ഒരു ബിസിനസ് ഉടമ എന്ന നിലയിൽ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ കാണാനും അതിനനുസരിച്ച് നടപടികൾ കൈക്കൊള്ളാനും വേണ്ടി ഡാഷ്ബോർഡ് ഉപയോഗിക്കേണ്ടതായി വരും. നിങ്ങൾ കമ്പനി ലോഡ് ചെയ്യുമ്പോഴെല്ലാം ഡാഷ്ബോർഡ് നിങ്ങളുടെ ഹോം സ്ക്രീൻ ആക്കാവുന്നതാണ്. F1 അമർത്തി സെറ്റിംഗ്സിൽ പോയി സ്റ്റാർട്ടപ്പ് അമർത്തുക. ഓപ്പൺ ഡാഷ്ബോർഡ് ഓൺ ലോഡിംഗ് എ കമ്പനി തിരഞ്ഞെടുത്ത് യെസ് എന്ന് സെറ്റ് ചെയ്യാൻ എൻ്റർ അമർത്തുക. സേവ് ചെയ്യാൻ കൺട്രോൾ A അമർത്തുക. ഇനി ഈ നിർദ്ദിഷ്ട ടാലി പ്രൈം ആപ്ലിക്കേഷനിൽ നിങ്ങൾ കമ്പനി ലോഡ് ചെയ്യുമ്പോഴെല്ലാം ഡാഷ്ബോർഡ് ഹോം സ്ക്രീനായി കാണും. ഇപ്പോൾ നമുക്ക് ഈ കമ്പനി ക്ലോസ് ചെയ്ത് വീണ്ടും ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു കമ്പനി ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഹോം സ്ക്രീനായി ഡാഷ്ബോർഡ് കാണാൻ കഴിയും. നിങ്ങൾ കണ്ടതുപോലെ ഡാഷ്ബോർഡ് നിങ്ങളുടെ ബിസിനസിന്റെ സ്ഥിതിയെപ്പറ്റിയുള്ള ഒരു അവലോകനം നൽകുന്നു. വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അതിനനുസരിച്ച് നടപടികൾ സ്വീകരിക്കുന്നതിനും നിങ്ങൾക്ക് റിപ്പോർട്ടിലൂടെ എളുപ്പത്തിൽ നാവിഗേറ്റ് ചെയ്യാനാകും. മാത്രമല്ല, ആവശ്യാനുസരണം ഒരു നിർദ്ദിഷ്ട ടൈലിന്റെ അല്ലെങ്കിൽ ഡാഷ്ബോർഡിലെ എല്ലാ ടൈൽസിന്റെയും പീരീഡ് നിങ്ങൾക്ക് മാറ്റാൻ കഴിയും. കൂടാതെ ഒരു കമ്പനി ലോഡ് ചെയ്യുമ്പോൾ ഡാഷ്ബോർഡ് തുറക്കുന്നത് ഉറപ്പാക്കാനും നിങ്ങൾക്ക് സാധിക്കും. നന്ദി. ടാലി പ്രൈം ഫീച്ചറുകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ help.tallysolutions.com സന്ദർശിക്കുക. ഏറ്റവും പുതിയ വീഡിയോസ് കാണാൻ ടാലി സൊല്യൂഷൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.